ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഈ ഒരു 10 മണി സമയത്തും നല്ല രീതിയിൽ ഒരു ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് ഏകദേശം എല്ലാവരും തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് സംഭവം. ആ ഒരു നോമിനേഷൻസ് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസേലിനോടും നെവിനോടും അപ്പായശരത്തിനോടും ടീമുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവരിൽ നിന്നും ഈ ഒരു അടിമകളായിട്ടുള്ള 7 പേരുണ്ടല്ലോ നോമിനേഷൻ ടിക്കറ്റ് കിട്ടിയവര്, അവരിൽ നിന്നും ആരും തന്നെ ഒരു ഡ്യൂട്ടിക്കും ഹയർ ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ആളുകൾക്കാണ് ഹയർ ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അപ്പായശരത്തൊരു ഐഡിയ പറയുന്നു, നമുക്ക് കിച്ചണിലേക്ക് 2 പേരെ നിങ്ങളുടെ അടിമകളിൽ നിന്നും കൊടുക്കാമെന്നൊരു ഐഡിയ നെവിന്റെ അടുത്ത് പറയുന്നു. അപ്പൊ നെവിൻ 2 പേരോട് കിച്ചണിലേക്ക് പോകാൻ പറയുന്നു, റെന ഫാത്തിമയോട് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾക്ക് അവിടെ ഒരാൾ മതി, വേറൊരാള് വേണ്ട. അപ്പൊ റെന ഫാത്തിമയെ അവിടെ നിർത്തിയിട്ട് വേറൊരാളെ എടുക്കാൻ അനുമോൾ വിസമ്മതിക്കുന്നു. സ്വേച്ഛാധിപതികളാണ് അവർ, ആ ഒരു അധികാരം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 2 പേരുടെ ഒരു വസ്ത്രധാരണം തന്നെ കണ്ടില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു ഉണ്ണിയാർച്ച ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു ജിസേല് പിടിച്ചിരിക്കുന്നത്. അതേപോലെ നെവിന്റെയും ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. 2 പേരുടെയും സ്വേച്ഛാധിപതി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ കാണാനിരിക്കുന്നത് ഇത് തന്നെയാണ്. കണ്ടു തന്നെ അറിയാം ഇതെങ്ങനെയാവുമെന്ന്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.